അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ എല്ലാ സ്ത്രീ പുരുഷന്മാരും കേൾക്കേണ്ട ഒരു വീഡിയോ ആണ്. ഇത് നമുക്കെല്ലാവർക്കും ഒരു അനുഗ്രഹമാണ്. ഈ വീഡിയോ നമ്മളിത് കേട്ട് നോക്കിയാൽ അറിയാൻ പറ്റും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര സ്ഥാനം തന്നിരിക്കണമെന്ന്. നമുക്ക് ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇത് പറഞ്ഞ പോലെ തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇനി ഇതൊക്കെ കേട്ടിട്ട് വരാം. നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ സ്വന്തം ഇണയോട്, ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. പെരുമാറ്റ കലയുടെ ഏറ്റവും മഹനീയമായ ഭാവങ്ങളൊക്കെ എടുക്കേണ്ടത് ഭാര്യമാരുടെ അടുക്കലായിരിക്കണം. അവരെ സ്നേഹിക്കണം, അവരോടുള്ള സ്നേഹവും കാര്യങ്ങളും പ്രഖ്യാപിക്കണം, അവർക്ക് സമ്മാനങ്ങൾ നൽകണം, അവരെ അംഗീകരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, പരസ്പരം കൺകുളിർമയായി മാറാൻ അവർക്ക് സാധിക്കണം. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, ഭാര്യാഭർത്തൃ ജീവിതം സമാധാനപൂർണമായി തീരാൻ നാം എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ഈ വിഷയത്തിൽ ചില ഓർമ്മപ്പെടുത്തലുകൾ നടത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ഇണകളായി സൃഷ്ടിച്ചത്, പരിശുദ്ധ ഖുർആൻ പറയുന്നത് ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾ അവളിലേക്ക് സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ, അല്ലെങ്കിൽ ഇണകൾ പരസ്പരം സമാധാനത്തോടുകൂടി ഒത്തുചേരാൻ വേണ്ടി വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ, നിങ്ങൾക്കിടയിൽ അല്ലാഹു റഹ്മത്ത്, കാരുണ്യവും സ്നേഹവും ഇട്ടു തന്നിരിക്കുന്നു. അപ്പോൾ കുടുംബജീവിതത്തിൽ കാണപ്പെടേണ്ടത്, ഇണകൾ തമ്മിലുള്ള ജീവിതത്തിൽ കാണപ്പെടേണ്ടത് കാരുണ്യവും സ്നേഹവും സമാധാനത്തോടുകൂടിയുള്ള ഒത്തുചേരലുമാണ്. എന്നാൽ പലപ്പോഴും ആ ഒരു സമാധാനം, ആ ഒരു ഇഷ്ടം, ആ ഒരു കാരുണ്യം ഭാര്യാഭർത്തൃ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത്, ഇതെല്ലാം ഉണ്ടായിത്തീരുവാൻ വേണ്ടി നമ്മെ ഇണകളായി സൃഷ്ടിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ അത്തരം വിഷയത്തിൽ നമ്മൾ പിൻപറ്റാത്തത് കൊണ്ടാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ച ആ മാർഗനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും കൃത്യമായി നമ്മൾ പാലിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും സമാധാനത്തോടു കൂടി ഒത്തുചേരാൻ നമുക്ക് സാധിക്കും. കാരണം ആ നിലക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. നമ്മുടെ പ്രകൃതത്തോട് യോജിച്ച നിലക്കാണ് ശരീഅത്തിലെ നിയമങ്ങളുള്ളത്. അപ്പോൾ ഇണകളായി നമ്മളെ സൃഷ്ടിച്ച അതേ റബ്ബ് തന്നെ അത് സമാധാനപരമായി മുന്നോട്ട് പോകുവാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്നും പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ ആ മേഖല നമ്മൾ അവഗണിച്ചാൽ ഈ പറയപ്പെട്ട സമാധാനവും ശാന്തിയും നന്മയും ഒന്നും കരസ്ഥമാക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് കുടുംബജീവിതം, ഭാര്യാഭർത്തൃ ജീവിതം സമാധാനകരമായി തീരാൻ ആവശ്യമായിട്ടുള്ള ഏതാനും ചില കാര്യങ്ങൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്, പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ആത്യന്തികമായി നമ്മൾ ആമുഖമായി തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിതത്തിൻ്റെ തന്നെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് ഈ ലോകമല്ല, പരലോകമാണ്. പരലോകത്താണ് യഥാർത്ഥ ജീവിതമുള്ളത്. ഈ ലോക ജീവിതം ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. കുടുംബജീവിതവും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒന്നല്ല. ഇത്തരമൊരു സംവിധാനം തന്നെ അള്ളാഹു ഏർപ്പെടുത്തിയത് നമ്മെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെ ചില ആളുകൾ കരുതിയതുപോലെ കുടുംബമായി ഈ ഭൂമിയിൽ അങ്ങനെ ജീവിക്കുക, അങ്ങനെ ഭൂമിയിലുള്ള ഒരു സംവിധാനം ഇവിടെ മരിക്കുന്നത് വരെ സമാധാനത്തോടു കൂടി കഴിയാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം മാത്രമായി കുടുംബജീവിതത്തെ നമ്മൾ കാണരുത്. അതിനപ്പുറത്ത് പരലോകത്തേക്കുള്ള ഒരു വസീലയായി, ഒരു മാർഗമായി കുടുംബജീവിതത്തെ കാണണം. ഇതൊരു പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയണം. അങ്ങനെ തിരിച്ചറിയുമ്പോൾ നമുക്ക് ഒരുപാട് ഉൾക്കാഴ്ചകൾ ലഭിക്കുകയും അവിടങ്ങളിലെല്ലാം തന്നെ ഏറ്റവും ശരിയായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. സൂറത്തുൽ അൻആമിൽ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഈ ഒരു കാര്യമാണ്. വഹുവല്ലദീ ജഅലക്കും ഖലായിഫൽ അർദി വറഫഅ ബഅദകും ഫൗക ബഅദിൻ ദറജാതിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നിങ്ങളെ ഖുലഫാകളാക്കിയിരിക്കുന്നു, അഥവാ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്ന
കൈകാര്യകർത്താക്കളാക്കി നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റിയിരിക്കുന്നു. ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ട്. ചിലർക്ക് മറ്റു ചിലരേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പദവികൾ നൽകിയിരിക്കുന്നു. എന്താണ് ലക്ഷ്യം? ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ അള്ളാഹു നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഭർത്താവ് ഭർത്താവിന്റെ കടമ നിർവഹിക്കുന്നുണ്ടോ? ഭാര്യ ഭാര്യയുടെ കടമകൾ നിർവഹിക്കുന്നുണ്ടോ? മാതാപിതാക്കൾ, മക്കൾ തുടങ്ങിയവരൊക്കെ അവർക്ക് നിശ്ചയിക്കപ്പെട്ട ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം എന്നുള്ളത് ഒരു പരീക്ഷണ മേഖലയാണ്. അവിടെ നമ്മൾ വിജയിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രതിഫലം വാങ്ങി പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി അതിനെ ഉപയോഗപ്പെടുത്തണം. ആ നിലക്ക് കുടുംബജീവിതത്തെ കാണണം. എനിക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ഒരുപാട് പരീക്ഷണങ്ങളിൽ ഒന്നാണ് എൻ്റെ കുടുംബം. അതിൽ ഞാൻ വിജയിച്ചാൽ എനിക്ക് പരലോകത്താണ് വിജയിക്കാൻ കഴിയുന്നത്. അവിടെ ഞാൻ തോറ്റുപോയാൽ പരലോകത്താണ് ഞാൻ തോറ്റുപോവുക എന്ന് ഭാര്യയും ഭർത്താവും ചിന്തിക്കണം. അപ്പോഴേ ഉത്തരവാദിത്തത്തോടുകൂടി കുടുംബജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം എന്നുള്ളത് ഒരു തമാശയല്ല, നമ്മൾ ഗൗരവം കുറച്ച് കാണേണ്ട ഒരു വിഷയമല്ല, മറിച്ച് ഏറെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. കാരണം അതിലുള്ള പരാജയം യഥാർത്ഥത്തിൽ പരലോകത്തെ പരാജയമാണ്, അതിലുള്ള വിജയം യഥാർത്ഥത്തിൽ പരലോകത്തിലെ വിജയമാണ്. ആ നിലക്ക് പരലോക വിജയത്തിന്റെ ഒരു മാർഗമായി കുടുംബജീവിതത്തെ കണ്ടാൽ തീർച്ചയായും ഒരു പരിധിവരെ നമുക്ക് സമാധാനവും ശാന്തിയും ഉൾക്കാഴ്ചയും കുടുംബജീവിതത്തിൽ ലഭിക്കും എന്ന വിഷയത്തിൽ സംശയം വേണ്ടതില്ല. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു തത്വം എല്ലാവരും ഉൾക്കൊണ്ടാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭാര്യക്ക് കടപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്, ഭർത്താവിനും കടപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ അവകാശങ്ങളുമുണ്ട്. ഈ കടപ്പാടുകളെ, അവകാശങ്ങളെ പരസ്പരം തിരിച്ചറിയാൻ കഴിയുക എന്നുള്ളതാണ് കുടുംബജീവിതത്തിന്റെ, അതിന്റെ നിലനിൽപ്പിന്റെ ഏറ്റവും കാതലായി വർത്തിക്കുന്ന വിഷയം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 228-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഹുന്ന മിസ്ലുല്ലദീ അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് കടപ്പാടുകൾ ഉള്ളതുപോലെ തന്നെ ന്യായമായ രൂപത്തിലുള്ള അവകാശങ്ങളുമുണ്ട്. അപ്പോൾ ഭർത്താവിന് മാത്രമല്ല അവകാശം, ഭാര്യക്കും അവകാശങ്ങളുണ്ട്. ഭർത്താവിന് മാത്രമല്ല കടപ്പാടുകൾ, ഭാര്യക്കും കടപ്പാടുകളുണ്ട്. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചറിയണം. ഭാര്യയുടെ ഉത്തരവാദിത്വം, അവളുടെ കടപ്പാടുകളും ബാധ്യതകളും അവൾ അറിയണം. അതേപോലെ തന്നെ അവൾക്ക് ലഭിക്കേണ്ടത് അവകാശങ്ങളും. തിരിച്ചു ഭർത്താവും അത് തിരിച്ചറിയണം. എങ്കിലേ പരസ്പരം അത് കൈമാറാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരും അവരവരുടെ റോള് തിരിച്ചറിയണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. പലരും അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കും, എന്നാൽ ബാധ്യതകളെക്കുറിച്ച്, കടപ്പാടുകളെക്കുറിച്ച് അവർക്കറിയില്ല. അതേപോലെ തന്നെ ഇണകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടപ്പാടുകളെ ഓർമ്മപ്പെടുത്തും, പക്ഷേ അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കുകയില്ല. ഭാര്യയുടെ ബാധ്യതയെക്കുറിച്ച് വാചാലനാകുന്ന ഭർത്താവ് അവൾക്കുള്ള അവകാശങ്ങൾ പലപ്പോഴും വകവെച്ചു കൊടുക്കാറില്ല. നേരെ തിരിച്ചും അങ്ങനെയാണ്. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എല്ലാവർക്കും അവകാശങ്ങളുമുണ്ട്, കടപ്പാടുകളുമുണ്ട്. ഇത് തിരിച്ചറിയാൻ കഴിയണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അങ്ങനെ പരസ്പരം ഉൾക്കൊണ്ടുകൊണ്ടും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ടും നിലകൊള്ളാൻ നമുക്ക് സാധിച്ചാൽ കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകും. അതോടൊപ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് പക്ഷേ സ്ത്രീകളെക്കാൾ ചില പദവികൾ അല്ലാഹു കൂടുതലായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഭർത്താവിന്റെ ആ ഒരു പദവി, ആ പദവിയുടെ ഉയർച്ച അയാൾ സ്വന്തം നേടിയെടുത്തതല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണ്. അപ്പോൾ സ്രഷ്ടാവ് നൽകിയതാണ് ആ ഒരു അധികമായിട്ടുള്ള ഒരു സ്ഥാനം എന്ന് ഭാര്യമാർ തിരിച്ചറിയേണ്ടതുണ്ട്. എന്നാൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ, ആധുനിക സംസ്കാരം അത്തരത്തിലുള്ള ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് മറ്റു പല പുതിയ സംസ്കാരങ്ങളുമാണ് പഠിപ്പിക്കുന്നത്. അവിടെ ഭർത്താവിന് പ്രത്യേകിച്ച് ഒരു വലിയ സ്ഥാനമൊന്നുമില്ല, എല്ലാവർക്കും തുല്യമായ അവകാശമാണ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ചിന്തകരായ ആളുകളും അതേപോലെ തന്നെ ഫെമിനിസത്തിന്റെ ആളുകളുമൊക്കെ പ്രചരിപ്പിക്കുന്ന പല പ്രചാരണങ്ങളിലും പെട്ടുപോയ ആളുകൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. കുടുംബജീവിതത്തിന്റെ താളം തെറ്റാനും കുടുംബജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെടാനും അത്തരം ചിന്താഗതികളെല്ലാം കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്നത് പുരുഷന് സ്ത്രീകളെക്കാൾ അല്ലാഹു ചില പദവികൾ നൽകിയിട്ടുണ്ട്. ആ പദവികൾ നമ്മൾ വകവെച്ചു കൊടുക്കണം. അതേ സന്ദർഭത്തിൽ സ്ത്രീകൾക്കും അവകാശങ്ങളുണ്ട്,
ഭർത്താക്കന്മാർക്ക് അവരോട് വലിയ വമ്പിച്ചതായ കടപ്പാടുകളുണ്ട്, അതും വകവെച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇനി പുരുഷന്റെ ഈ പദവിയുടെ കാരണം എന്താണ്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി സൂറത്തുൻ നിസായിലെ 34-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അർ-റിജാലു ഖവ്വാമൂന അലൻ നിസാ, സ്ത്രീകളുടെ മേൽ കൈകാര്യകർത്താക്കളാകുന്നു ഭർത്താക്കന്മാർ. കാരണം ഒരു വീട്ടിൽ, ഏതൊരു സ്ഥാപനത്തിലും അതിന് ഒരു നേതാവ് ഉണ്ടാകണം. അപ്പോൾ ഒരു കുടുംബത്തിൽ 2 നേതാക്കൾ ഒരേപോലെ ഉണ്ടാകുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷനാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത്. സ്ത്രീകളുടെ മേൽ അവരെ നിയന്ത്രിക്കുന്നതും അവരുടെ കൈകാര്യകർത്താക്കളും അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടതും ഭർത്താക്കന്മാരാണ്, പുരുഷന്മാരാണ്. ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅ്ദിൻ, നിങ്ങളിൽ ചിലർക്ക് മറ്റു ചിലരേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രേഷ്ഠത നൽകിയതിനാലും വബിമാ അൻഫഖു മിൻ അംവാലിഹിം, പുരുഷന്മാരാണ് അവരുടെ ധനത്തിൽ നിന്ന് കുടുംബത്തിൽ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കേണ്ടത് എന്നതിനാലും. അപ്പോൾ ഭാര്യയേക്കാൾ ഒരു ഉയർന്ന പദവി ഭർത്താവിന് അള്ളാഹു നൽകിയത് എന്തിനാണ്? ഭാര്യയെ സംരക്ഷിക്കാനാണ്. അവളുടെ വസ്ത്രം, അവളുടെ പാർപ്പിടം, അവളുടെ ഭക്ഷണം, അവളുടെ ആരോഗ്യം, അവളുടെ അഭിമാനം തുടങ്ങി എന്തെല്ലാം സംരക്ഷിക്കേണ്ടതുണ്ടോ ആ നിലക്ക് ഭാര്യയുടെയും മക്കളുടെയും സംരക്ഷണം, സാമ്പത്തികമായ ചെലവുകളുടെ ഉത്തരവാദിത്വം മുഴുവൻ പുരുഷന്റെ മേലാണ്. അതുകൊണ്ടാണ് ആ സ്ഥാനം അള്ളാഹു നൽകിയത്. ആ സ്ഥാനം സ്ത്രീകൾ വകവെച്ചു കൊടുക്കുക. അപ്പോൾ കുടുംബത്തെ നോക്കേണ്ടത് സ്ത്രീകളല്ല, മറിച്ച് പുരുഷന്മാരാണ്. ഇതാണ് പുരുഷന്റെ ആ സ്ഥാനത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളത്. അതേ സന്ദർഭത്തിൽ സ്ത്രീകളോട് പറഞ്ഞു, ഫസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൻ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. ഒരു സാലിഹത്തായ ഒരു പെണ്ണ് എന്ന് പറഞ്ഞാൽ, ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുകയും ഇസ്ലാം പഠിപ്പിച്ച സൽക്കർമ്മങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന, ഖാനിതാത്തായ, ധാരാളമായി അള്ളാഹുവിനെ അനുസരിക്കുന്ന, അതേ സന്ദർഭത്തിൽ ഭർത്താവിനെയും അനുസരിക്കുന്ന. അവിടെ ഖാനിത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും അതോടൊപ്പം തന്നെ അള്ളാഹു അനുസരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള അവരുടെ ഭർത്താക്കന്മാരെയും അനുസരിക്കുന്ന, ഹാഫിളാത്തുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്, ഭർത്താവിന്റെ അഭാവത്തിൽ കാത്തു സൂക്ഷിക്കേണ്ടതെല്ലാം കാത്തു സൂക്ഷിക്കുന്ന, പതിവ്രതയായ ചാരിത്രം കാത്തു സൂക്ഷിക്കുന്ന, ഭർത്താവിനെ അനുസരിക്കുന്ന നല്ലൊരു ഇണ. അപ്പോൾ ഈ നിലക്കായിരിക്കണം ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്തെ മനസ്സിലാക്കി ജീവിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇബ്നു മാജാ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നലക്കും മിൻ നിസാഇകും ഹഖ്ഖ വലിനിസാഇകും അലൈകും ഹഖ്ഖ. സ്ത്രീകൾക്ക് നിങ്ങളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരിൽ നിന്ന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങളുണ്ട്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫഅമ്മാ ഹഖ്ഖുകും അലാ നിസാഇകും ഫലാ യൂതിഅന ഫുറുശകും മൻ തക്റഹൂൻ വലാ യഅദന്ന ഫീ ബുയൂതികും ലിമൻ തക്റഹൂൻ അലാ വഹഖുഹുന്ന അലൈകും അൻ തുഹ്സിനു ഇലൈഹിന്ന ഫീ കിസ്വതിഹിന്ന വതആമിഹിന്ന. സ്ത്രീകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന അവകാശം, അവരുടെ വിരിപ്പിലോ അവരുടെ വീട്ടിലോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ അവർ പ്രവേശിപ്പിക്കുവാനോ വീടുകളിലേക്ക് അവർക്ക് അനുവാദം കൊടുക്കുവാനോ പാടില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അവർ അവരുടെ ചാരിത്രം കാത്തു സൂക്ഷിക്കണം. അത് വീട്ടിലേക്ക് വരുന്ന വിഷയത്തിൽ മാത്രമല്ല, വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോഴും ഇസ്ലാം പഠിപ്പിക്കുന്ന മര്യാദകൾ അവർ പാലിക്കണം. ആ നിലക്ക് തന്റെ ഭർത്താവിന് മാത്രം അവകാശപ്പെട്ടത് ഭർത്താവിന് മാത്രം നൽകുന്ന ഒരു അവസ്ഥ ഉണ്ടാകണം. അതിൽ വീഴ്ച വരുമ്പോഴാണ് പലപ്പോഴും കുടുംബജീവിതത്തിൽ സമാധാനക്കേടുണ്ടാകുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്, കുടുംബത്തിന്റെ ചിലവ് അത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ്. നല്ല ഭക്ഷണം കൊടുക്കുക, നല്ല പാർപ്പിടം കൊടുക്കുക, നല്ല വസ്ത്രം കൊടുക്കുക, അതിലൊക്കെ അവരോട് ഇഹ്സാൻ ചെയ്യണം. അതാണ് നിങ്ങളിൽ നിന്ന് അവർക്ക് ലഭിക്കേണ്ടുന്ന അവകാശം. പലരും കുടുംബത്തിന്റെ ചെലവ് പിടിച്ചു വെക്കുന്നവരോ അല്ലെങ്കിൽ അവർക്ക് മാന്യമായി ഉപജീവനം നൽകാത്തവരോ മാന്യമായി ജോലിക്ക് പോകാത്തവരോ ആയ ഭർത്താക്കന്മാർ, അതൊരിക്കലും ശരിയല്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ നിലക്ക് പുരുഷന് ഉള്ള ബാധ്യതകൾ, സ്ത്രീകൾക്കുള്ള ബാധ്യതകൾ, ഇതെല്ലാം ഓരോരുത്തരും കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലക്ക് അവർ അതിനെ പ്രാവർത്തികമാക്കിയാൽ അൽഹംദുലില്ലാഹ് കുടുംബത്തിൽ സമാധാനമുണ്ടാകും. മറ്റൊരു വിഷയമാണ് സ്ത്രീകളോട് ഏറ്റവും മാന്യമായിട്ട് പെരുമാറുകയും അതേപോലെ തന്നെ നന്മകളെ പരസ്പരം ഉൾക്കൊള്ളാനും തിന്മകളെ അവഗണിക്കുവാനും കഴിയുക എന്നുള്ളത്. സൂറത്തു നിസായിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും മാന്യമായി പെരുമാറണം. കാരണം നമുക്കറിയാം, പൊതുവെ അവരിൽ പല നിലക്കുമുള്ള ദുർബലതകളുണ്ട്. അതേപോലെ തന്നെ അവർ സ്നേഹിക്കപ്പെടേണ്ടവരും സംരക്ഷിക്കപ്പെടേണ്ടവരുമാണ്.
ആ ഒരു സംരക്ഷണമാണ് അവർ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നല്ല പെരുമാറ്റമാണ് അവർ അവരുടെ ഭർത്താക്കന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആ സംരക്ഷണവും ആ ഒരു പെരുമാറ്റവും അവർക്ക് ലഭിക്കുമ്പോഴാണ് കുടുംബത്തിൽ സമാധാനമുണ്ടാകുന്നത്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഅശിറൂഹുന്ന ബിൽ മഅറൂഫ്, അവരോട് നല്ല നിലക്ക് നിങ്ങൾ പെരുമാറണം. എന്നാൽ അവരിൽ നിങ്ങൾക്ക് വെറുപ്പുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഫഇൻ കരിഹ്തുമൂഹുന്ന ഫഅസാ അൻ തക്റഹു ശൈഅൻ വയജ്അല അല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിങ്ങൾ അവരിൽ നിന്ന് വല്ലതും വെറുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ വെറുക്കുന്ന കാര്യത്തിൽ ഒരുപക്ഷെ അള്ളാഹു ധാരാളം ഖൈറുകൾ ഉണ്ടാക്കിയേക്കാം. അപ്പോൾ ചില വിഷയങ്ങൾ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണെങ്കിലും അതിലൊരു പക്ഷേ ഖൈറുകൾ ഉണ്ടാകാം, നമുക്കതറിയില്ല. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ നമുക്ക് ഷർറായി തോന്നുമ്പോഴേക്ക്, അതല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ഒരു അബദ്ധമോ തെറ്റുകളോ ഇണകളിൽ നിന്ന് സംഭവിക്കുമ്പോഴേക്ക് അവരോട് വളരെ മോശമായി പെരുമാറുകയും ക്ഷമകേട് കാണിക്കുകയും കോപിക്കുകയും അവരെ ത്വലാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന രീതി ഒരിക്കലും നല്ലതല്ല എന്നും, മറിച്ച് കഴിവിന്റെ പരമാവധി അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണമെന്നും ഇസ്ലാം ആവശ്യപ്പെടുന്നു. കാരണം ആരും സമ്പൂർണരല്ലല്ലോ, ആരും സമ്പൂർണരല്ല, ആരും പരിപൂർണരല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുകൾ ഉണ്ടാകാം, ഭർത്താവിന് പോരായ്മകൾ ഉണ്ടാകാം, ഭാര്യയ്ക്ക് പോരായ്മകൾ ഉണ്ടാകാം. ആ പോരായ്മകൾ അവഗണിച്ച് നന്മയെ കാണുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഫറഖ് മുഅ്മിനുൻ മുഅ്മിന ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ റദിയ മിൻഹാ ആഖർ. ഒരു മുഅ്മിനായ ഭർത്താവും മുഅ്മിനത്തായ തന്റെ ഭാര്യയെ വെറുക്കരുത്, അവളോട് കോപം കാണിക്കരുത്. ഇൻ കരിഹ മിൻഹാ ഖുലുഖൻ, അവളിൽ നിന്ന് ഏതെങ്കിലും ഒരു സ്വഭാവം നിങ്ങൾക്ക് വെറുപ്പുള്ളതാണെങ്കിൽ റദിയ മിൻഹാ ആഖർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു സ്വഭാവം അവളിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ സമ്പൂർണത ആർക്കും കൈവരിക്കാൻ കഴിയില്ല. വളരെ അപൂർവമായ, സ്ത്രീകളിൽ തന്നെ വളരെ കുറഞ്ഞ 4ഓളം ആളുകൾക്ക് സമ്പൂർണത ലഭിച്ചിട്ടുള്ളൂ. പുരുഷന്മാരിൽ ധാരാളം ആളുകൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും എങ്കിലും പുരുഷന്മാരും എന്തല്ല, സമ്പൂർണരല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരിലും പ്രശ്നങ്ങളുണ്ട്, കുഴപ്പങ്ങളുണ്ട്. എന്നാൽ ധാരാളം നന്മകളുമുണ്ട്. ആ നന്മകളെ, പോസിറ്റീവായ വശങ്ങളെ കണ്ടെത്തുവാനും അതല്ലാത്തതിനെ അവഗണിക്കുവാനും നമുക്ക് സാധിച്ചാൽ മാത്രമേ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ. മറിച്ച് തൊട്ടതിനും പിടിച്ചതിനും ചെറുതിനും വലുതിനും അങ്ങനെ തുടങ്ങി എല്ലാറ്റിനും നമ്മൾ പ്രതികരിക്കാൻ നിന്നാൽ, എല്ലാറ്റിന്റെ വിഷയത്തിലും നടപടികൾ സ്വീകരിക്കാൻ നിന്നാൽ ഒരിക്കലും ആ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് അക്കാര്യം നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുകയും പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് മാപ്പ് നൽകുവാനും അവഗണിക്കേണ്ടത് അവഗണിക്കുവാനും ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചു പ്രോത്സാഹിപ്പിക്കുവാനുമെല്ലാം നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിശാലമായി മാപ്പ് നൽകുക. അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചാൽ തന്നെ വിശാലമായി മാപ്പ് നൽകുക. പലരും മാപ്പ് നൽകാൻ തയ്യാറില്ല, വിട്ടുവീഴ്ച കാണിക്കാൻ തയ്യാറില്ല, പുറത്തു കൊടുക്കാൻ തയ്യാറില്ല. അതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്. എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റുകയില്ലേ? അവർ പശ്ചാത്തപിച്ചാൽ പുറത്തു കൊടുക്കാൻ റഹ്മാനായ റബ്ബ് തയ്യാറാണ്. എന്നിട്ടും മനുഷ്യർ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിലോ അത് വലിയ പ്രയാസമാണ്. നിങ്ങൾ നോക്കൂ, സൂറത്തു തഗാബുനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും ഫഹ്ദറൂഹും. വിശ്വാസികളെ, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, നിങ്ങൾ അവരെ ശ്രദ്ധിക്കണം. വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. നിങ്ങൾ അഫ്വ് കാണിക്കുകയും വിട്ടുവീഴ്ച കാണിക്കുകയും മാപ്പ് നൽകുകയും പുറത്തു കൊടുക്കുകയുമാണെങ്കിൽ ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനും കാരുണ്യവാനുമാണ്. ഇന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന. നിങ്ങളുടെ സന്താനങ്ങൾ, കുടുംബം, നിങ്ങളുടെ ധനം എന്നതൊക്കെ ഒരു പരീക്ഷണമാണ്. അള്ളാഹുവിന്റെ അടുക്കലാകുന്നു വമ്പിച്ച പ്രതിഫലമുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഇണകളിൽ നിങ്ങൾക്ക് ശത്രുക്കളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് പറയുന്നത് വഇൻ തഅഫു വതസ്ഫഹു വതഗ്ഫിറു. ഇത് മൂന്നും തന്നെ മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട 3 കാര്യങ്ങളാണ്. പക്ഷെ ഇതിന് ഓരോന്നിനും വ്യത്യസ്തമായ അർത്ഥമുണ്ട്. ഉദാഹരണത്തിന് ആദ്യം പറഞ്ഞ വഇൻ തഅഫു, അഫ്വു എന്ന് പറഞ്ഞാൽ തെറ്റ്, ആ തെറ്റ് നമ്മൾ പിടികൂടി, അതല്ലെങ്കിൽ ഒരു തിന്മ അത് നമ്മൾ പിടികൂടുകയും അതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? അത് മാപ്പ് നൽകുകയാണ്. ഒരു തെറ്റിനെ നമ്മൾ പിടികൂടി, നമ്മൾ അറിഞ്ഞു, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളത് മാപ്പ് നൽകുന്നു. അതിനാണ് അഫ്വു എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വതസ്ഫഹു, സഫഹ് എന്ന് പറഞ്ഞാൽ ഒരു തിന്മ കണ്ടില്ല എന്ന് വെക്കുകയും അത് വിട്ടേച്ചു മാപ്പ് നൽകലുമാണ്.
അഫു എന്ന് പറഞ്ഞാൽ ഒരു തെറ്റ് നമ്മൾ പിടികൂടി, പക്ഷെ പിന്നീട് മാപ്പ് നൽകി. എന്നാൽ വേറെ ചില കാര്യങ്ങളുണ്ടാകും, അത് നമ്മൾ കണ്ടില്ല എന്ന് വെക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. എല്ലാറ്റിനും കയറി ചോദ്യം ചെയ്ത് എല്ലാറ്റിനും പിടികൂടി എല്ലാറ്റിനും സംസാരം ഉണ്ടാക്കുക, അത് ശരിയല്ല. എന്നാൽ ഗൗരവപ്പെട്ടത് ശ്രദ്ധിക്കണം, അതോടൊപ്പം മാപ്പ് നൽകുകയും വേണം. മാപ്പ് നൽകേണ്ടതാണെങ്കിൽ മാപ്പ് നൽകണം. വേറെ ചിലതുണ്ട് നമ്മൾ പരിഗണിക്കേണ്ടതിൽ അവഗണിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്, അത് നമ്മൾ അവഗണിക്കുകയും വേണം. മൂന്നാമത് പറഞ്ഞത് തഗ്ഫിറു എന്നാണ്. തഗ്ഫിറു എന്ന് പറഞ്ഞാൽ ആ വിഷയം പിന്നീട് ഒരിക്കലും സൂചിപ്പിക്കാൻ പോലും പാടില്ല. അതാണ് മാപ്പ് നൽകുക എന്ന് പറഞ്ഞാൽ. അത് മായ്ച്ചു കളയുക, അത് മറച്ചു വെക്കണം. പിന്നീട് ഒരിക്കലും അതുമായി ബന്ധപ്പെട്ട ഒരു സംസാരം തന്നെ ഉണ്ടാവാൻ പാടില്ല. മാത്രമല്ല കൂടുതൽ നന്മകൾ ചെയ്തു കൊടുക്കുകയും വേണം. മഗ്ഫിറത്തിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഗ്ഫിറത്തിന്റെ പ്രത്യേകത എന്താണ്? പാപങ്ങൾ പുറത്തു തരുന്നതോടൊപ്പം ഒരുപാട് പ്രതിഫലവും നൽകും. എന്നതുപോലെ തന്നെ കൂടുതൽ നന്മകൾ വീണ്ടും ചെയ്തു കൊടുക്കുക. ഇതൊക്കെയാണ് കുടുംബത്തിൽ കാണേണ്ടത്. മാപ്പ് നൽകുക, ചിലത് കണ്ടില്ലെന്ന് നടിക്കുക, അതേപോലെ തന്നെ തിന്മകളെ മറച്ചു വെക്കുക, നന്മകൾ എന്നിട്ടും വീണ്ടും ചെയ്തു കൊടുക്കുക. അങ്ങനെ വിട്ടുവീഴ്ച കാണിക്കുമ്പോഴാണ് നല്ല നിലക്കുള്ള ഒരു സമാധാനം ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ ഇദ്ഫഅ ബില്ലതി ഹിയ അഹ്സൻ ഫഇദല്ലദി ബൈനക വബൈനഹു അദാവത്തുൻ കഅന്നഹു വലിയ്യുൻ ഹമീം. തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ കടുത്ത ശത്രു പോലും നിന്റെ ഏറ്റവും അടുത്ത മിത്രമായി മാറും. അപ്പോൾ പിന്നെ നമ്മൾ ഇണകൾ തമ്മിൽ ആ നിലക്കുള്ള ഒരു സമീപനം സ്വീകരിച്ചാൽ എത്ര മനസ്സിലുള്ള വെറുപ്പും വിദ്വേഷവും മാറി ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ കുടുംബജീവിതത്തിൽ അത് സമാധാനപരമായി തീരാൻ ആവശ്യമായിട്ടുള്ളത് അതിവിശാലമായ കലവറയില്ലാത്ത മാപ്പ് നൽകലും വിട്ടുവീഴ്ച നൽകലുമാണ്. എന്നാൽ ഗൗരവപൂർവം ആ വിട്ടുവീഴ്ചയും ആ മാപ്പ് നൽകലുമൊക്കെ കൂടുതൽ തിന്മകൾക്കും തെറ്റുകൾക്കും പ്രേരിപ്പിക്കുകയും വലിയ അബദ്ധങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അത്തരം സാഹചര്യത്തിൽ ഇസ്ലാമിൻ്റെതായ കണിശമായ നിലപാടുകൾ സ്വീകരിക്കുകയും വേണം. അത് മറ്റൊരു വിഷയമാണ്. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ സമാധാനം ഉണ്ടാകാനുള്ള മറ്റൊരു കാര്യമാണ് ഊഹം ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബു കസീറൻ മിനൽ ളന്നി ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുകും ബഅദ. സത്യവിശ്വാസികളെ, നിങ്ങൾ ഊഹത്തിൽ അധികവും ഒഴിവാക്കണം. കാരണം ഇന്ന ബഅദൽ ളന്നി ഇസ്മുൻ, ഊഹത്തിൽ അധികവും എന്താണ്? പാപമാണ്. കാരണം സത്യവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വ ഇന്നൽ ളന്ന ലാ യുഗ്നി അനിൽ ഹഖി ശൈഅ വ ഇന്നൽ ളന്ന ലാ യുഗ്നി മിനൽ ഹഖി ശൈഅ. സത്യവുമായി ഊഹത്തിന് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. എന്നാൽ പലപ്പോഴും ഊഹമാണ് കുടുംബ ബന്ധങ്ങൾ തകരാനുള്ള കാരണങ്ങളിലൊന്ന്. വലാ തജസ്സസു, നിങ്ങൾ ചാരപ്പണി എടുക്കരുത്. ഒരാളുടെ രഹസ്യം ചൂഴ്ന്ന് അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങുകയും ചെയ്യരുത്. ഭർത്താവ് ഭാര്യയുടെ രഹസ്യങ്ങൾ ചൂഴ്ന്ന് അന്വേഷിക്കുക, അനാവശ്യമായി ഊഹിക്കുക. അപ്പോൾ അവിടെ സ്നേഹമുണ്ടാവുകയില്ല. ഊഹം തുടങ്ങിയാൽ പിന്നെ സ്നേഹമുണ്ടാവുകയില്ല. വിശ്വാസ്യത നഷ്ടപ്പെട്ടാൽ സ്നേഹമുണ്ടാവുകയില്ല, അവിടെ പ്രേമമുണ്ടാവുകയില്ല, അവിടെ സമാധാനം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഊഹങ്ങൾ അധികവും പാപമാണ്. എന്നാൽ വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഒരാൾക്ക് കാര്യങ്ങൾ ലഭിക്കുന്നതെങ്കിൽ അവർക്കതനുസരിച്ച് പ്രവർത്തിക്കാം. അത് മറ്റൊരു വിഷയം. എന്നാൽ മഹാഭൂരിപക്ഷവും ഊഹിക്കൽ മാത്രമാണ്, സത്യവുമായി യാതൊരു ബന്ധവുമില്ല. അത്തരത്തിലുള്ള ഊഹങ്ങൾ കുടുംബത്തെ തകർക്കുന്ന വില്ലനാണ്. അത്തരം ഊഹങ്ങളെ നമ്മൾ ഒഴിവാക്കണം. അതേപോലെ തന്നെ പരസ്പരം വസ്ത്രമായി മാറാൻ സാധിക്കണം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. സ്ത്രീകൾ നിങ്ങളുടെ വസ്ത്രമാണ്, നിങ്ങൾ അവരുടെയും വസ്ത്രമാണ്. എന്താണ് വസ്ത്രം എന്ന് പറയാനുള്ള കാരണം? വസ്ത്രം കൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷണം, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഐബുകൾ, പോരായ്മകൾ മറച്ചുവെക്കൽ, ഔറത്ത് മറച്ചുവെക്കൽ, മറ്റു പോരായ്മകൾ മറച്ചുവെക്കൽ, അതേപോലെ തന്നെ നമ്മുടെ ഭംഗി, നമ്മുടെ അലങ്കാരം. അപ്പോൾ ഭാര്യ ഭർത്താവിനും ഭർത്താവ് ഭാര്യയ്ക്കും ഭംഗിയും അലങ്കാരവുമായിരിക്കണം. പരസ്പരം ഭംഗി നഷ്ടപ്പെടുത്തുന്ന, ഭാര്യയുടെ നന്മകൾ നഷ്ടപ്പെടുത്തുന്ന, ഭാര്യക്കെതിരിൽ പ്രവർത്തിക്കുന്ന ഒരാളായി ഭർത്താവ് മാറുക. ഭർത്താവിന്റെ നന്മകളെ തകർത്ത് ഭർത്താവിനെ മോശമായി ചിത്രീകരിക്കുന്നവളായി ഭാര്യ മാറുക. അപ്പോൾ അത് അലങ്കാരമല്ല, നശിപ്പിക്കലാണ്. മറിച്ച് തൻ്റെ ഭർത്താവ് എപ്പോഴും സമൂഹത്തിൽ നല്ലവനായിരിക്കണം. ആ നിലയ്ക്ക് ഭർത്താവിൻ്റെ കാര്യം ഭാര്യ സംസാരിക്കാൻ പാടുള്ളൂ. ഭാര്യയുടെ വിഷയം ഭർത്താവും അങ്ങനെ തന്നെ ആയിരിക്കണം. അതേപോലെ തന്നെ പരസ്പരം പോരായ്മകൾ അവർ മറച്ചു വെക്കുന്നവരായിരിക്കണം. വസ്ത്രം ശരീരത്തിന്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നത് പോലെ ഭാര്യയുടെ പോരായ്മകൾ ഭർത്താവും, ഭർത്താവിന്റെ പോരായ്മകൾ ഭാര്യയും മറച്ചു വെക്കുന്നവരായിരിക്കണം. അതേപോലെ തന്നെ തണുപ്പിൽ നിന്നും ചൂടിൽ നിന്നും സംരക്ഷണം നൽകുന്ന സംരക്ഷണമായിരിക്കണം. അങ്ങനെയായി വർത്തിക്കാൻ സാധിച്ചാൽ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. അതേപോലെ തന്നെ ഭാര്യമാരോട് പെരുമാറുന്നിടത്ത്
ഒരു മനുഷ്യന് സാധിക്കുന്നതിൽ വെച്ച് ഏറ്റവും മഹനീയമായ പെരുമാറ്റം സ്ത്രീകളോട് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഖിയാറുക്കും ലിനിസാഇ, നിങ്ങളിൽ ഏറ്റവും ഖൈറായവൻ സ്വന്തം ഇണയോട്, ഭാര്യയോട് ഏറ്റവും മാന്യമായി പെരുമാറുന്നവനാണ്. പെരുമാറ്റ കലയുടെ ഏറ്റവും മഹനീയമായ ഭാവങ്ങളൊക്കെ എടുക്കേണ്ടത് ഭാര്യമാരുടെ അടുക്കലായിരിക്കണം. അവരെ സ്നേഹിക്കണം, അവരോടുള്ള സ്നേഹവും കാര്യങ്ങളും പ്രഖ്യാപിക്കണം, അവർക്ക് സമ്മാനങ്ങൾ നൽകണം, അവരെ അംഗീകരിക്കണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, പരസ്പരം കൺകുളിർമയായി മാറാൻ അവർക്ക് സാധിക്കണം. ഇതെല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ പുരുഷനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, സ്ത്രീകൾ ആരും സമ്പൂർണ്ണരല്ലല്ലോ, സ്ത്രീകൾ പ്രത്യേകിച്ചും പല നിരക്കുമുള്ള ദുർബലതകൾ, പോരായ്മകൾ അവർക്കുണ്ടാകും. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ സ്ത്രീകളോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കണം. ഫഇന്നൽ മർഅത ഖുലിഖത് മിൻ ളിലഇൻ, സ്ത്രീ സൃഷ്ടിക്കപ്പെട്ടത് വാരിയെല്ലിനാലാണ്. അതിൻ്റെ ഏറ്റവും വളഞ്ഞ ഭാഗം മേൽഭാഗത്തുള്ളതാണ്, അതിനാലാണ് അവൾ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഫഇൻ ദഹബത തുഖീമുഹു കസറതഹു, അവളെ പൂർണ്ണമായും ഒരു സഹാബ വനിതയെ പോലെയോ അല്ലെങ്കിൽ പരിശുദ്ധ ഖുർആൻ പേരെടുത്ത് പറഞ്ഞ മഹദികളെ പോലെയൊക്കെ അവർ മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ കസർത്തഹു, നിങ്ങൾ അവരെ പൊട്ടിച്ചു കളയും, അഥവാ ത്വലാഖിലേക്കാണ് അതെത്തുക. പരിപൂർണതയിലെത്താൻ കഴിയില്ല. എന്നാൽ വഇൻ തറക്തഹു ലം യസൽ അഅവജ്, തീരെ ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് വളഞ്ഞു കൂടുതൽ വളയുകയും ചെയ്യും. അതുകൊണ്ട് ഫസ്തൗസൂ ബിന്നിസാഇ ഖൈറ, നിങ്ങൾ നല്ല രൂപത്തിൽ സ്ത്രീകളെ കൈകാര്യം ചെയ്യണം. എന്ന് പറഞ്ഞാൽ അവർക്ക് ഉപദേശങ്ങൾ നൽകി, അവർക്ക് പറഞ്ഞു കൊടുത്ത്, അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ നന്നാക്കിയെടുക്കണം. അതേ സന്ദർഭത്തിൽ 100% അവരിൽ നിന്ന് റിസൾട്ട് പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷിച്ചാൽ അത് കുടുംബത്തിന്റെ സമാധാനം കളയും, അവസാനം അത് ത്വലാഖിലേക്ക് എത്തുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി വളരെ ശ്രദ്ധയോടുകൂടി, കരുതലോടുകൂടി നാം സ്ത്രീകളോട്, ഭാര്യമാരോട്, ഭർത്താക്കന്മാർ പെരുമാറേണ്ടതുണ്ട്. അതേ സന്ദർഭത്തിൽ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് ഭർത്താവിനെ അനുസരിക്കുകയും ഭർത്താവിനെ സന്തോഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കൺകുളിർമയായി മാറാൻ അവൾ ശ്രദ്ധിക്കുകയും വേണം. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നവളായിരിക്കണം. കൂടെ ജീവിക്കുന്ന ആളുകൾക്കാണല്ലോ ആ ഇഷ്ടങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കൊരാളെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ 1 മണിക്കൂർ മതിയാകും. ചിലപ്പോൾ 1 ദിവസം എടുക്കുന്നവരുണ്ട്, ഒരാഴ്ച എടുക്കുന്നവരുണ്ട്. എന്നാൽ ജീവിതത്തിൽ വർഷങ്ങളോളം കൂടെ ജീവിച്ചിട്ടും ഭർത്താവിൻ്റെ ഇഷ്ടം, അദ്ദേഹത്തിൻ്റെ കൺകുളിർമ എന്താണ് എന്ന് തിരിച്ചറിയാത്ത ഭാര്യ, ഭാര്യയുടെ ഇഷ്ടവും കൺകുളിർമയും തിരിച്ചറിയാത്ത ഭർത്താവ്, അത് വളരെ വലിയൊരു പരാജയമാണ്. അതുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുൻ നിസാഇ അല്ലതി ഇദാ നളർത ഇലൈഹാ സറത്ക വഇദാ അമർതഹാ അതാഅത്ക വഇദാ ഗിബ്ത അൻഹാ ഹഫളത്ക ഫീ നഫ്സിഹാ വമാലി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു നല്ല ഭാര്യ എന്ന് പറഞ്ഞാൽ നീ അവളെ നോക്കിയാൽ അവൾ നിന്നെ സന്തോഷിപ്പിക്കും. എന്ന് പറഞ്ഞാൽ ഭർത്താവിന് കൺകുളിർമ നൽകുന്ന വസ്ത്രം, ഭർത്താവിന് കൺകുളിർമ നൽകുന്ന പെരുമാറ്റം, ഭർത്താവിന് കൺകുളിർമ നൽകുന്ന രൂപത്തിൽ വീട്ടിലുള്ള ഇടപെടൽ. അങ്ങനെ ഭർത്താവ് അവളെ കാണുമ്പോൾ അദ്ദേഹത്തിന് വെറുപ്പുള്ള, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരവസ്ഥയിൽ അവളെ കാണാൻ പാടില്ലാത്തതാണ്. അങ്ങനെയുള്ളവളാണ് ഒരു നല്ല സ്ത്രീ. അതേപോലെ തന്നെ വല്ലതും പറഞ്ഞാൽ അനുസരിക്കുക, അനുസരണ സ്വഭാവം ഭാര്യമാരിൽ കൂടുതൽ വേണം. കാരണം الرجال قوامون على النساء وللرجال عليهن درجة, പുരുഷന്മാർക്ക് ഭാര്യമാരുടെ മേൽ അള്ളാഹു ചില പദവികൾ നൽകിയിട്ടുണ്ട്. അതിൽ ഇസ്ലാം വളരെ ഗൗരവത്തിൽ പറയുന്നത് ആ ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ആളാണ് ഭർത്താവ്. ഭർത്താവിനെ അനുസരിക്കണം. അനുസരണക്കേട് ഭാര്യമാരിൽ ഉണ്ടാവാൻ പാടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആധുനിക സംസ്കാരത്തിന്റെ കടന്നുകയറ്റം അതിലൊക്കെ വിള്ളലുകൾ വരുത്തിയിട്ടുണ്ട്. ഭർത്താവ് കൽപ്പിച്ചാൽ അനുസരിക്കണം. അനുസരണ സ്വഭാവം സ്ത്രീകളിൽ, ഭാര്യമാരിൽ ഉണ്ടാകണം. അതോടൊപ്പം നീ അവളുടെ അടുത്ത് ഇല്ലാത്ത സന്ദർഭത്തിൽ, കാരണം നമുക്കറിയാം പുരുഷന്മാരധികവും സ്ത്രീകളുടെ അടുക്കൽ ഉണ്ടാവില്ല, അവർ ജോലിക്ക് വേണ്ടി പുറത്തു പോകുന്നവരാണ്. അങ്ങനെ പുറത്തു പോയാൽ അവളുടെ ശരീരത്തെ, ഭർത്താവിൻ്റെ ശരീരത്തെ, ഭർത്താവിൻ്റെ സമ്പത്തിനെ, ഭർത്താവിൻ്റെ അഭിമാനത്തെ ഒക്കെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളേണ്ടവളാണ് ഒരു നല്ല സ്ത്രീ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അങ്ങനെ അവർ പെരുമാറുകയാണെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ഓഫർ നോക്കൂ നിങ്ങൾ. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ വസാമത് ശഹറഹാ വഹഫളത് ഫർജഹാ വഅതാഅത് സൗജഹാ ഖീല ലഹാ ഉദ്ഖുലിൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിക്തി. ഏതെങ്കിലും ഒരു സ്ത്രീ 5 വക്ത് നമസ്കരിക്കുകയും അതേപോലെ തന്നെ റമളാനിൽ നോമ്പനുഷ്ഠിക്കുകയും
തൻ്റെ ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ സ്വർഗത്തിലെ 8 വാതിലുകളിൽ ഇഷ്ടമുള്ളതിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ അവളോട് പറയപ്പെടുമെന്നാണ്. അത്രക്ക് വലിയൊരു ദർജയാണ് അതിനുള്ളത്. അപ്പോൾ ആ നിലക്ക് അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് നമസ്കാരം നിലനിർത്തി നോമ്പനുഷ്ഠിച്ച് ദീനിയായൊരു ജീവിതം നയിക്കുക. ജീവിതത്തിലെ ഏറ്റവും മഹനീയമായ വിഭവം എന്താണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി പരലോകത്തിന്റെ കാര്യത്തിൽ നിന്നെ സഹായിക്കുന്ന ഒരു ഭാര്യ എന്നാണ്. ദീനിയായി പരസ്പരം സഹായികളായി തീരുക. വിവാഹ ജീവിതത്തിന്റെ വളരെ വലിയ ലക്ഷ്യങ്ങളിൽ ഒന്നതാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദീനീപരമായ കാര്യങ്ങളിൽ സഹായികളായി മാറുക, കൺകുളിർമയായി മാറുക, മക്കളെ നന്നായി വളർത്തുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കാണിച്ചാൽ തന്നെ ഒരു പരിധി വരെ അല്ല, പരിപൂർണമായും തന്നെ നമ്മുടെ കുടുംബത്തിൽ സമാധാനവും ശാന്തിയും സന്തോഷവും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. അതിൽ വിള്ളലുകൾ വരുമ്പോഴാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നത്. ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ മര്യാദകൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രയും നല്ലൊരു നമുക്കൊക്കെ അറിയേണ്ട വിഷയമാണ് ഞാനിട്ടത്. നമ്മളെല്ലാവരും സ്ത്രീകളായാലും പുരുഷന്മാരായാലും നമുക്ക് അറിയാത്ത കാര്യങ്ങളെല്ലാം അറിയാനുള്ളൊരു നല്ലൊരു പരിപൂർണമായ വീഡിയോ ആണ്. അപ്പോൾ ഇത് കേട്ടാൽ നമുക്ക് നമ്മളോട് എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നും നമ്മളെങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടതെന്നും കൃത്യമായി പറഞ്ഞു തരുന്നു സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി. അതേപോലെ തന്നെ പറഞ്ഞു തരുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.